ഗബ്രി തിരിച്ചു വന്നു. ജാസ്മിന് ഭയങ്കര ആശ്വാസമായിരുന്നു. ഇന്നലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് പിന്നെയും പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ജാസ്മിനില്. ജാസ്മിന്റെ ഫോക്കസ് പോകുന്നു. ഗബ്രി അടുത്തിരിക്കുന്നില്ല. ഗബ്രി പണ്ടത്തെ പോലെ അല്ല. അങ്ങനത്തെ ഒരു വിഷമങ്ങളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ ജാസ്മിന് പിന്നെയും നെഗറ്റീവ് അടിക്കുമോ? ഗബ്രി കഴിയുന്നത് ഒഴിഞ്ഞു മാറി പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ശരണ്യ എന്തൊക്കെയാണ് ഇത് പറയുന്നത്? ചീപ്പ് ഗെയിം എന്ന്. അതെ, എന്താണ് അച്ഛനും അമ്മയും പറഞ്ഞിട്ടും ഇവൾ ഈ കാണിക്കുന്നത്? ഞാൻ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് ഇതൊക്കെ എന്ന് ശരണ്യ പറയുന്നുണ്ട്. പക്ഷെ ശരണ്യ നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ജാസ്മിൻ്റെ അടുത്ത്. ഇതേ സംഭവം ഇന്നലെ ശരണ്യ ശ്രീധുവിന്റെ അർജുൻ്റെ ഇടയിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. രണ്ട് കോമ്പോയുടെ ഇടയിലും ശരണ്യ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ ശരണ്യ മുന്നേ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്ന ശേഷമാണ് ശരണ്യ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ജാസ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ജാസ്മിൻ ഗബ്രിയോട്. പക്ഷെ ഗബ്രി പറയുന്നത്, ഞാൻ ഇവിടെ വന്നേക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് ജാസ്മിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് ഇമോഷണൽ ആയിട്ടുള്ള ദിവസമായിരുന്നു. എല്ലാവരും കരച്ചിലായിരുന്നു. ഇത് ജിൻഡോ എനിക്ക് ആരുമില്ലേ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ജബ്രി കോമ്പോസ് കരയുന്നുണ്ടായിരുന്നു. എല്ലാവരും, ജാൻമണി ഈ വീട് തീരുന്നു, അയ്യോ എനിക്ക് വീട് വേണം, എൻ്റെ വീട് എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിന്ന കാര്യമാണ് ജാസ്മിൻ ഗബ്രി വിഷയം. ഈ എപ്പിസോഡിൽ തെളിഞ്ഞു നിന്നു. ജാസ്മിന് ഇന്നലെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നേ, പക്ഷേ ഇന്ന് തൊട്ട് ഭയങ്കരമായ വിഷമവും സത്യം തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള സംഭവവും, ക്ലാരിറ്റി ഇല്ലാത്ത ക്ലാരിറ്റി. പക്ഷെ ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും എല്ലാം ഉണ്ട്. ഇത് പുറത്തിറങ്ങുമ്പോൾ ശരിയാവാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമില്ല. 2 ദിവസം കൂടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞ് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തിട്ട് ഈ ഫിനാലേക്ക് 2 ദിവസം മുന്നേ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എനിക്കൊരു പിടിയുമില്ല സത്യമായിട്ടും. കാര്യം ജാസ്മിൻ ഇപ്പോൾ ഏകദേശം ഒരു പോസിറ്റീവായി വരുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ജാസ്മിൻ ഇതൊന്നും എടുത്തിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു 2 ദിവസം കൂടി ഇത് ക്ഷമിച്ച് നിന്നാൽ ഇപ്പം എന്താണ് ഗബ്രി ഇപ്പം നാളെ പോകും. ഇനി നാളെ പോകുമ്പോഴും ഇനി അങ്ങോട്ടൊരു മെലോ ഡ്രാമ കരച്ചിൽ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓഡിയൻസ് തന്നെ ഗബ്രി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ കാണിക്കുന്ന പല കാര്യങ്ങളും ക്രിഞ്ചായിട്ട് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അത് ക്രിഞ്ചാണ്, ഓഡിയൻസിന് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അത് ജാസ്മിൻ നല്ല ബുദ്ധിശാലിയായ പെൺകുട്ടിയാണ്. ഇവിടം വരെ എത്തിയ, ഈ ടോപ്പ് 5 എത്തിയ ഒരേ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ജാസ്മിൻ അത് മനസ്സിലാക്കണം. 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാവും ജാസ്മിൻ്റെ മനസ്സിൽ. പക്ഷേ 2 ദിവസം കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ചെറിയ കാര്യത്തിൽ പറയാൻ പറ്റത്തില്ല. വോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമാണ് ജാസ്മിൻ. ഇപ്പോൾ ഈ ചെറിയ നിസാര കാര്യങ്ങളിൽ ഗബ്രി എൻ്റെ അടുത്ത് വരുന്നില്ല, പെട്ടെന്ന് എണീറ്റ് പോകുന്നു, ഇതൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഇപ്പം ഭയങ്കര ആ വീടിൻ്റെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അതിനകത്ത് അത്ര എളുപ്പമല്ല എന്നൊക്കെ അറിയാം എനിക്ക്. പക്ഷേ ഈ ഒരു 2 ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കണം പ്ലീസ്. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ജാസ്മിൻ്റെ അടുത്ത് 2 ദിവസം കൂടി ഫോക്കസ് പോകുന്നു, ഒന്ന് ക്ഷമിക്കുക. ഇനിയിപ്പോൾ നാളെ ഗബ്രി പോകുമ്പോൾ പിന്നെയും ഇനി പഴയ പോലെ ആവാതെ ഗബ്രി പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് ഇതായി വന്നതാണ്. പക്ഷെ പിന്നെയും തിരിച്ച് വീക്കായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ അവസരം സത്യം പറഞ്ഞാൽ ശരണ്യ മുതലെടുക്കുകയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കരമായ ചർച്ച നടക്കുന്നുണ്ട്. ചീപ്പ് ഗെയിമാണ് ജാസ്മിൻ കളിക്കുന്നതൊക്കെ ശരണ്യ പറയുന്നു. ഞാൻ പണ്ടേ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പണ്ട് ശരണ്യ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ലല്ലോ. ശരണ്യ എനിക്കറിയില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. ശരണ്യ എപ്പോഴെങ്കിലും ജാസ്മിൻ്റെ അടുത്ത് പോയി ഇടപെട്ടിട്ടുണ്ടോ? പണ്ട് ശരണ്യ ഔട്ടാവുന്നതിന് മുന്നേ ഞാനത് കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ച് തരണേ. എനിക്കറിയില്ല. തിരിച്ചു വന്ന ശേഷമാണ് ശരണ്യ ഇതൊക്കെ പറയുന്നത്. അച്ഛനും അമ്മയും പറഞ്ഞിട്ടും ഇതാവുന്നില്ല. എനിക്കറിയില്ല. എനിക്കത് എന്തോ അത് മനഃപൂർവ്വം അല്ല, അവർ അറിയില്ല, അത് പുറത്തൊരു വൈബ് എടുത്തിട്ട് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ജനങ്ങളുടെ തോട്ട് പ്രോസസ് ശരണ്യ ഏറ്റെടുത്ത് പറഞ്ഞ പോലെ, അതായത് ഭയങ്കര നെഗറ്റീവ് ആവില്ലേ, ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത്, അച്ഛനും അമ്മയും പറഞ്ഞിട്ടും ശരി തന്നെയാണ്. പ്രേക്ഷകർ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. പക്ഷേ ശരണ്യ പുറത്തുനിന്ന് അറിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ശരണ്യ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അവരെ മനഃപൂർവ്വം നെഗറ്റീവ് ആക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ജാൻമണി ഇപ്പോൾ കണ്ടില്ലേ, ഋഷീൻ്റെ പുറകെ നടന്നത് കരഞ്ഞുകൊണ്ട്, മനസ്സിലായോ? അതേപോലത്തെ അതിനെക്കാട്ടിയും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാര്യം ഇത് ഭയങ്കര നെഗറ്റീവ് വിഷയമാണ് പുറത്ത് ജാസ്മിനും ഗബ്രിക്കും ആയിരിക്കുന്നത്. ഇതേ സംഭവം ഇന്നലെ ശരണ്യ ശ്രീധുവിൻ്റെ അർജുൻ്റെ ഇടയിൽ കയറി നിന്ന് കളിച്ചായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾക്ക് അർജുനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇഷ്ടമുണ്ടോ? അതൊക്കെ പിന്നെ ഇപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞ് ഫിനാലെയാണ്. ഇപ്പോൾ ഇതൊന്നും ചോദിക്കാനൊന്നും സമയമില്ല. ഇപ്പോൾ ഇരുന്നിട്ട് ഇഷ്ടമാണോ ഇഷ്ടമല്ല ഇതൊന്നും അല്ല ഇപ്പോൾ പറയേണ്ടത്. ഇപ്പം അവർ ടോപ്പ് 5 വന്ന ആൾക്കാരാണ്, അവരെ വിടുക അവരുടെ പാട്ടിന്, അതാണ് ചെയ്യേണ്ടത്. ഇപ്പം ശരണ്യ ജാസ്മിൻ്റെ അടുത്ത് ഇന്ന് എന്തോ ലൈവിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് എനിക്ക് ആ പുള്ളിക്കാരിനെ കംപ്ലീറ്റ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം യമുനയും പറയുന്നുണ്ട് ചീപ്പ് ഗെയിമാണ് കളിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇത് പ്രേക്ഷകരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതെന്തിനാ ഇപ്പം വന്ന് പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ പുറത്തുനിന്ന് അറിഞ്ഞിട്ട് വന്ന കാര്യങ്ങളുമാണ്. അവിടെ ഉണ്ടായിരുന്നപ്പം പറഞ്ഞിരുന്നുവെങ്കിൽ ഓക്കെ.
ഇത് പുറത്തുനിന്ന് കണ്ടിട്ട് വന്നാ പറയുന്നത്. അപ്പം എനിക്കതറിയില്ല എന്താണെന്ന്. 2 കോംബോയിലും ശരണ്യ കയറി ഇടപെടുന്നുണ്ട്. ഇന്നലെ ഇടപെട്ടു, ഇന്നും ഇടപെട്ട കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയതേ ഇതെന്താ സംഭവം എന്നുള്ളത്. എന്തായാലും അതൊരു വശത്തൂടെ നടക്കുന്നു. ഇനി ഈ ജാസ്മിൻ്റെ കാര്യത്തിൽ നെഗറ്റീവ് ആവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. ഇനി അൻസിബയും നിഷാനയും സുരേഷുമാണ് ഇന്ന് വന്നത്. നാളെ ശ്രീതു വരുന്നുണ്ട്, സായി, നന്ദന, സിജോ, നോറ ഇവരാണ് വരുന്നത്. സായി, നന്ദന, സിജോ ഒക്കെ രാവിലെ കയറും, നോറയും കയറും. ശ്രീതു എനിക്കൊന്ന് ലാസ്റ്റാന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് കാര്യങ്ങൾ ശ്രീതു രണ്ടാമത് കയറുകയാണ്. എനിക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരുന്ന ശ്രീതുവാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയിട്ട് വരുന്ന ശ്രീതുവാണ്. മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. എല്ലാം അറിഞ്ഞിട്ട് വരുന്ന ശ്രീതുവായിരിക്കും. അത് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണത്, നാളത്തെ കാര്യം. പിന്നെ നാളെ എല്ലാവരും പോകുമ്പോഴത്തേക്കും 5 പേർ മാത്രം ബാക്കിയുണ്ടാവും. പിന്നെയും ആ പഴയ ഒരു 5 പേര് മാത്രമുള്ളൊരു സംഭവത്തിലേക്ക് വരും. എല്ലാം പെട്ടെന്ന് തന്നെ വീടങ്ങ് കാലിയാവും, ഭയങ്കരമായിട്ട് കാലിയാവും ആ വീട്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ പോലെ ഫീൽ ചെയ്യും, അവർക്കും അത് ഫീൽ ചെയ്യും. ഇന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റ്. ഞാനും കരഞ്ഞു കേട്ടോ. എൻ്റെയും റിവ്യൂ ജീവിതം ഞാനും ആലോചിച്ചു. അപ്പം ഞാൻ ആലോചിച്ച കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും അവരുടെ നെഗറ്റീവും പോസിറ്റീവും പറയുന്നത് ഞാൻ എൻ്റെ ജോലി ആയതുകൊണ്ടാണ്. എനിക്ക് അല്ലാണ്ട് അവരെക്കുറിച്ച് പറയണം, അങ്ങനെ അവരെക്കുറിച്ച് പറഞ്ഞേ പറ്റത്തുള്ളൂ, എനിക്ക് പറ്റുള്ളൂ. ഇപ്പം ഇന്ന് ജാസ്മിൻ്റെ കാര്യം, ജാസ്മിൻ ഇന്ന് ആവാൻ ചാൻസ് ഉണ്ട് നെഗറ്റീവ്, പറഞ്ഞേ പറ്റുള്ളൂ, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അർജുൻ്റെ കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ, ശ്രീധുവിൻ്റെ കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ, ജിൻഡോയുടെ കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ. സോ ഇതൊരു ഇമോഷണൽ റോളർകോസ്റ്ററാണ്. അപ്പം ഞാൻ മനസ്സിൽ തന്നെ വിചാരിക്കും കഷ്ടം തന്നെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഞാനും ഇമോഷണലി പൊക്കോണ്ടിരിക്കുക ഈ ബിഗ് ബോസ് ജേണിയിൽ. എനിക്കും ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട്, എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യണം, ഞാൻ കാര്യം ചെയ്യാം, മിണ്ടായിരിക്കാം എന്നെനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ ജോലിയാണ്, എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇത് ഭയങ്കര പ്രശ്നമാണ്, മനസ്സിലായോ? അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ചോദിക്കും, രേവതിക്ക് എന്തുകൊണ്ട്? അത് ഗെയിമിൻ്റെ ആസ്പെക്റ്റിലാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ട് രേവതിക്ക് ഒന്നുമില്ല. എൻ്റെ പേഴ്സണൽ ആസ്പെക്റ്റേ അല്ല ഞാൻ പറയുന്നത്. എൻ്റെ പേഴ്സണൽ ആസ്പെക്റ്റ് കംപ്ലീറ്റ്ലി വേറെയാണ്. എൻ്റെ പേഴ്സണൽ ഇത് കംപ്ലീറ്റ്ലി വേറെയാണ്. ഞാൻ അത് നോക്കുന്നേ ഇല്ല. ഞാൻ ഫുൾ നോക്കുന്നത് ഗെയിമിൻ്റെ ആസ്പെക്റ്റിലും പ്രേക്ഷകരുടെ വ്യൂ പോയിന്റിലുമാണ് ഞാൻ ഈ ഗെയിം അനലൈസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്ന് ഇവർക്ക് നെഗറ്റീവ് തോന്നും, ഇവർക്ക് നെഗറ്റീവ് ആയിരിക്കും, ഇവർക്ക് പോസിറ്റീവ് ആവും, ഇതൊക്കെ എനിക്കറിയാം. അവർക്ക് നെഗറ്റീവ്, എനിക്ക് വിഷമമുണ്ട്, ഞാൻ ഇമോഷണലി കഷ്ടം തന്നെ ഈ കൊച്ചു കൊണ്ട് കളയുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഉള്ളിൽ ഞാനായിട്ട്. പക്ഷേ എനിക്ക് റിവ്യൂവറായിട്ട് എനിക്കത് പറയാൻ പറ്റൂല. എനിക്ക് പറയാമെന്നെങ്കിലും അത് നെഗറ്റീവ് ആവും. ഇങ്ങനെ ഞാൻ മനസ്സടക്കി പിടിച്ച് വെച്ചാൽ പറയുന്നത്. അപ്പം ഞാനും ആലോചിച്ചു ഇവരുടെ ഇമോഷണൽ മൊമെന്റ്സിലൂടെ ഞാനും ഓരോ സീസണിലും ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഇന്ന് ജാൻമണി ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ കിടന്ന്. എന്തൊരു കരച്ചിലായിരുന്നു വീട്. സത്യം ജാൻമണി ഭയങ്കര അറ്റാച്ച്ഡാണ്, ഓവർ അറ്റാച്ച്ഡാണ്. പിന്നെ ജബ്രി കോംബോ കരച്ചിലായിരുന്നു. അതേപോലെ തന്നെ ജിൻഡോ, ഞാൻ ഒറ്റപ്പെട്ട് ഇരിക്കുന്നവരാണ്. ഞാൻ 19 പേരും എനിക്കെതിരെ നിന്ന് ഞാൻ സഹിക്കാം. സത്യം പറഞ്ഞാൽ ജിൻഡോ അവിടെ ഒറ്റയ്ക്ക് കളിച്ച ആളാണ് കേട്ടോ. രതീഷ് ഉണ്ടായിരുന്നുവെങ്കിൽ പുള്ളിക്കാരന് ആളുണ്ടാവും. പക്ഷേ രതീഷ് ഇല്ലാത്തടത്തോളം ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച വ്യക്തിയാണ്. നോറയ്ക്ക് പിന്നെയും റസ്മിൻ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതിൻ്റെതായിട്ടുള്ളത് അത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാവരെയും വെറുപ്പിച്ച് കളിക്കുക എന്ന് പറഞ്ഞാലും. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. അപ്പോൾ ഇന്നും കീതച്ചെപ്പും കാറ്റേ ചീതച്ചെപ്പും കാറ്റേ ടങ്കരദത്തം ആ പാട്ടാണേ. അത് കഴിഞ്ഞിട്ട് അലമാര പുല്ല് ഒക്കെ ഇരിപ്പുണ്ട്, പെട്ടിയൊക്കെ. പെട്ടെന്ന് തന്നെ അർജുൻ ഓടിപ്പോയിട്ട് അലമാര തുറക്കുന്നു. അതിനകത്ത് അൻസിബയാണ്. അപ്പോൾ എല്ലാവരെയും കാണുന്നു, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു. നേരെ നമുക്ക് ഡെൻ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഋഷിനെയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്നു, ഞാൻ അതിനുശേഷം ഫുൾ കട്ടായി. അപ്പോൾ അൻസിബ പറഞ്ഞു, നീ എപ്പോഴും അൻസിബ എന്ന് പറയുന്ന എല്ലാ വീഡിയോസും എനിക്ക് അയച്ചു തരലുണ്ട്. ലാസ്റ്റ് നിന്നെ വിട്ടല്ലേ, ഞാൻ എപ്പോഴും ആരൊക്കെ വരുന്നു ഞാനാണ് ഓടിപ്പോകുന്നത്. പിന്നെ നമ്മളൊന്നും അറിയാത്തൊരവസ്ഥയിലാണ്. എനിക്കറിയാടാ നിൻ്റെ ഈ അവസ്ഥ, ഈ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം. അത് കഴിഞ്ഞ് ഗബ്രി വരെയാണ്. എന്താണ് നിൻ്റെ പ്രശ്നം? നിൻ്റെ പ്രൈമറി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണ് ഇപ്പോൾ പ്രശ്നം? നീ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, നിൻ്റെ പ്രൈമറി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കാണേണ്ടത് നിൻ്റെ ഫാമിലിനെയാണ്. നീ വാല്യൂ കൊടുക്കേണ്ടത് നിൻ്റെ ഫാമിലിനെയാണ് എന്ന് ഗബ്രി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മൈൻഡ് നീ പല കാര്യങ്ങളിലും നിനക്ക് പുറത്ത് കട്ട നെഗറ്റീവായിരിക്കും, കട്ട പോസിറ്റീവായിരിക്കും. നിന്നെ വന്ന് ഭയങ്കരമായിട്ട് പൊക്കും, ഭയങ്കരമായിട്ട് താക്കും. നീ ഒന്നിലും അമിതമായി സന്തോഷിക്കുകയോ അമിതമായി താന്നു പോവുകയോ ചെയ്യാതെ ഒരു ബാലൻസ് ചെയ്ത് നിൽക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ആരും ഇല്ലെങ്കിലും നിനക്ക് ഞാനുണ്ടാവും എന്ന് ഗബ്രി പറയുന്നു. ഇനി സുരേഷ് വരുന്നു. കൺഫെഷൻ റൂമിൽ നിന്ന് ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരെയും വന്ന് കെട്ടിപ്പിടിക്കുന്നു. ജിൻഡോയുടെ അടുത്ത് ജയിക്കുമ്പോൾ മണി ഡിവൈഡ് ചെയ്ത് തരുമെന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ്റെ അടുത്ത് ഇനി സണ്ട കൂടാതെ എന്നൊക്കെ പറയുന്നുണ്ട്. സ്പോൺസേർഡ് ടാസ്ക് KP നമ്പൂതിരീസിൻ്റെ സ്പോൺസർ ടാസ്ക് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോ എല്ലാവർക്കും കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫോക്ക് ബാൻഡ്, നാടൻ പാട്ട്, പ്രസീത ചാലക്കുടിയുടെ ഫോക്ക് ബാൻഡാണ് നടന്നത്. അത് കഴിഞ്ഞ് ഗബ്രിയും ജാസ്മിൻ്റെ വർത്തമാനമാണ് കേൾക്കുന്നത്. ഗബ്രി ഇന്ന് പിന്നെ ആ സൗണ്ട് ഞാൻ കേട്ടു കേട്ടോ. അപ്പോൾ ഗബ്രി, ഇടി നിൻ്റെ പ്രശ്നം എന്താണ്? വാട്ട് യു ആർ തിങ്കിങ്? ജാസ്മിൻ, 2 ദിവസം കൂടിയേ ഉള്ളൂ, എനിക്ക് സത്യം പറയാൻ പറ്റുന്നില്ല, അതിനുള്ള സാഹചര്യമല്ല, നുണ പറയാനേ പറ്റുള്ളൂ. എന്തിന്
പ്രശ്നം ഉണ്ടാക്കണം, ഞാൻ ഒന്നും പറയുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ശരണ്യനെ യമുനേനെ അപ്പുറത്തെ സൈഡിൽ കാണിക്കണേ. അപ്പം ശരണ്യ, എന്തുവാ ചേച്ചി ഇത് അവളെ അല്ലേ ഡാമേജ് ചെയ്യുള്ളൂ? മുല്ലയ്ക്കാണ് ഡാമേജ് ഉണ്ടാവാൻ പോണത്. ഭയങ്കര ചീപ്പ് ഗെയിമാണ്. അച്ഛനും അമ്മയും വന്നിട്ട് പറഞ്ഞിട്ട് പോയപ്പം എന്താണ് ഇപ്പം അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം യമുന, അത് ചീപ്പ് ഗെയിം തന്നെ. അപ്പം ശരണ്യ, ഭയങ്കര ചീപ്പ് ഗെയിം. ഞാൻ കുറേ നേരമായി സൈലൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഇപ്പം നോക്കുമ്പോൾ അവൻ്റെ നെഞ്ചത്ത് കയറി കിടക്കുകയാണ്. അപ്പം ജാസ്മിൻ ഇപ്പുറത്ത്, എടാ നീ എൻ്റെ അടുത്ത് മിണ്ടാതെ, എനിക്ക് മിണ്ടാൻ പറയാനല്ലേ പറ്റത്തുള്ളൂ. ഗബ്രി വീണ്ടും വന്നടാ ആ വിളി. ഗബ്രി ഇനി നാളെയും കൂടെ നിന്ന് കഴിഞ്ഞാൽ കൂടും. അതുകൊണ്ട് ഗബ്രി പെട്ടെന്ന് പോകണയാണ് നല്ലത്. അപ്പം ഗബ്രി, ഈ വീട്ടിലേക്ക് വരാൻ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. നീ ഒറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് നിന്നെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാനാണ് ഞാൻ വന്നത്, കേട്ടല്ലോ, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പോൾ യമുന ഇവിടെ, ഗബ്രി ഇതൊന്നും അറിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്? അപ്പോൾ ശരണ്യ, പിന്നെ അവൻ അറിഞ്ഞൂടെ പുറത്ത് നെഗറ്റീവ് ആവുമെന്ന്? അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവർ നിൽക്കുന്നത്, ചക്കര ഈച്ച അടയൊക്കെ പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പം ജാസ്മിൻ, അപ്പം ഗബ്രി നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നില്ല. നീ സഡനായിട്ട് എണീറ്റ് പോകുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഗബ്രി. എനിക്ക് വയ്യ ഗബ്രി, എനിക്ക് വയ്യ. പിന്നെ ആ ഗബ്രി കയറി വന്ന്, മക്കളെ നാളെയും കൂടെ ഗബ്രി നിന്നാൽ ഇത് കൂടും, അതുകൊണ്ട് ഗബ്രി പെട്ടെന്ന് പൊക്കോ. അപ്പം ശരണ്യ, നിന്റെ പല കാര്യങ്ങളും, അവളുടെ പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി. പണ്ടേ ഞാൻ പറഞ്ഞതാണ്, ആസ് എ പേഴ്സൺ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന്. എപ്പോൾ പറഞ്ഞ്? എനിക്ക് അവൾ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഗബ്രി ഇപ്പുറത്ത് ജാസ്മിൻ്റെ അടുത്ത്, നിനക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, അറിയാത്ത കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. സോ അത് എൻ്റെ ഒരു ബാഗേജ് ആയിട്ട് എൻ്റെ ചുമലിലുണ്ട്. നിൻ്റെ മാനറിസംസ് കാണുമ്പോൾ, നിൻ്റെ വിഷമം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വന്നു പോയല്ലോ എന്നുള്ള വിഷമം എനിക്കിപ്പോൾ ഉണ്ട്. നീ ഹാപ്പി ആയിട്ടിരിക്കണം, ഫിനാലയിലേക്ക് നീ നല്ല രീതിയിൽ പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ശരണ്യ ഇവിടെ നിൽക്കുന്നുണ്ട്. ശരണ്യ, എനിക്ക് ആദ്യമേ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇതാണ് സംഭവമെന്ന്. അത്രേ ഉള്ളൂ. ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാരണം എന്താണ്? കാര്യമില്ല, എനിക്ക് ആദ്യമേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഗബ്രി ഇവിടെ, ജാസ്മിൻ, ഇഫ് യു അണ്ടർസ്റ്റാൻഡ്, നിനക്കെന്നെ മനസ്സിലായോ? നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്ക്. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ് ഇനി ആക്ടിവിറ്റി ഏരിയയിൽ ഇമോഷണൽ മൊമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. ഭയങ്കര കരച്ചിൽ, ജാസ്മിൻ ഭയങ്കര കരച്ചിൽ, ജിൻഡോ അവസാനം ഗബ്രി ജിൻഡോനെ സമാധാനപ്പെടുത്തുന്നു, ജാസ്മിൻ ജിൻഡോനെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അഭിഷേക് സോറി പറയുന്നു, ലൈറ്റ്സ് ഓഫ് ആവുന്നു. അപ്പം ജാസ്മിൻ, ഈ വീട് സത്യം പറഞ്ഞാൽ എന്താണ് ഗബ്രി, കൊള്ളാത്ത വീടായിട്ട് തോന്നും, പക്ഷേ വീട് വിട്ട് ഇറങ്ങാനും പോകുന്നില്ല. അത് കഴിഞ്ഞ് ജിൻഡോ രതീഷ്. അപ്പം ജിൻഡോ, ദൈവമേ 100 ദിവസം ഞാനിവിടെ നിന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അപ്പം രതീഷ്, ഇവനിവിടെ ഒറ്റയ്ക്കാവുന്ന കാര്യമാണ് എനിക്ക് വിഷമം. നിനക്കറിയില്ലടാ, 19 പേരും കൂടെ എന്നെ ഒറ്റയ്ക്കിട്ട് എന്നെ ചെയ്ത അവസ്ഥ ഭയങ്കര വിഷമമായിരുന്നു. എനിക്കിവിടെ ആരുമില്ല, അത്രയ്ക്ക് ഒറ്റയ്ക്കായിരുന്നു ഞാൻ. ഇവിടെ എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടായിരുന്നു, എനിക്ക് മാത്രം സപ്പോർട്ടില്ല. അത് കറക്റ്റാട്ടാ. അപ്പം ജാൻമണി, എൻ്റെ വീട് പോയി. ജാൻമണി ഭയങ്കര ഇങ്ങനെയാടാ, അതിങ്ങനെയാണ്, നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെയാണ് ഡ്രാമ ക്യൂവിനാ പുള്ളിക്കാരി. എൻ്റെ വീട് 2 ദിവസം മാറിയിരിക്കുമ്പോൾ എല്ലാം ശരിയാവും. നട്ടക്കിറാണിയാണ് ഞാൻ എന്നൊക്കെ പറയും. എൻ്റെ വീട്. സത്യം പറഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസിൽ പോകാൻ പറ്റിയ ഒരാളാണ് കേട്ടാ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഹിന്ദി ബിഗ് ബോസിന് പറ്റിയ ഒരു ഐറ്റമാണ് ജാൻമണി. സത്യം, ഹിന്ദി നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. എൻ്റെ എൻ്റെ വീട്. അപ്പം പൂജ, ജാനു മൂവ് ഓൺ ചെയ്യണം, നമ്മൾ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞില്ല, സീസൺ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ വീടാണിത്, എൻ്റെ പൊന്നു മോളെ നീ ലൈഫാണിത്, മൂവ് ഓൺ ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് എപ്പിസോഡ് നടന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.